നമസ്കാരം. കഴിഞ്ഞ ദിവസം പഴയ ഒരു അഭിമുഖം കാണാനിടയായി. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടും ജോണി ലൂക്കോസും തമ്മിൽ നടത്തിയ ഒരു അഭിമുഖമാണ്. പണ്ടെപ്പോഴോ റെക്കോർഡ് ചെയ്തതാണത്. ആ അഭിമുഖത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ ഭാര്യ വിജയലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് എൻ്റെ സുഹൃത്ത് എന്നാണ്. നിരവധി തവണ എൻ്റെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ജോണി ചുള്ളിക്കാടിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഭാര്യയെ സുഹൃത്ത് എന്നെപ്പോഴും അഭിസംബോധന ചെയ്യുന്നത്? ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധത്തിനേക്കാൾ വലിപ്പം ഉണ്ടാവേണ്ടതല്ലേ, അല്ലെങ്കിൽ അതിന് വലിയ പവിത്രത ഉണ്ടാവേണ്ടതല്ലേ? ആ ചോദ്യത്തിന് ചുള്ളിക്കാട് പറയുന്ന ഒരു മറുപടിയുണ്ട്. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം, അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളുടെയും എസൻസ് എന്ന് പറയുന്നത് സൗഹൃദമായിരിക്കണം. ഇപ്പോൾ നമുക്കിടയിലെ ബന്ധങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് സൗഹൃദമാണ്. ഈ സൗഹൃദം ബന്ധങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്നതിൻ്റെ കുഴപ്പമാണ് നമുക്കിടയിൽ മുഴുവൻ കാണുന്നതും. കഴിഞ്ഞ ദിവസം ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയി. വിഷയം ഇത് തന്നെയാണ്. പാരൻറ്റിങ്ങും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളലുകളും ഒക്കെയാണ് വിഷയം. ഒരുപാട് അമ്മമാരതിൽ പങ്കെടുത്തിരുന്നു. അച്ഛന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അമ്മമാരെഴുന്നേറ്റ് എന്ന് പറയുന്നത് സ്ഥിരം പ്രശ്നങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ അനുസരണയില്ലായ്മ, അവരുടെ അമിതമായിട്ടുള്ള ശുണ്ഠി, ദേഷ്യം, അവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ്. മൊബൈലിൻ്റെ അമിത ഉപയോഗം, അങ്ങനെ നിന്ന് നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ സെമിനാറിൽ പങ്കെടുത്തിരുന്ന ഒരച്ഛൻ, തുടക്കം മുതൽ അവസാനം വരെ ഏതാണ്ട് നിശബ്ദനായിരുന്ന ഒരച്ഛൻ സെമിനാർ തീരുന്നതിന് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ മകന് 22 വയസ്സായി. അവൻ എന്നോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. അവൻ മുറി അടച്ചിട്ട് മുറിയിലിരിപ്പ് തന്നെയാണ് എപ്പോഴും. ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവനത് ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് വരെ കാശ് ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിക്കും, ഞാനത് കൊടുക്കുകയും ചെയ്യും. അവനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞു, ഞാൻ അവനൊരു കാറ് തന്നെ മേടിച്ചു കൊടുത്തു. പക്ഷേ ഒരച്ഛനെന്നുള്ളൊരു പരിഗണന അവൻ എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സാർ. ഇത് ഇത്രയും വലിയൊരു വേദിയിൽ എന്നോട് തുറന്നു തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാണ് സാറിൻ്റെ മകനെ ഒന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നത്? സ്നേഹത്തോടു കൂടി സാർ എന്നാണ് അവനെ അവസാനം ഹഗ് ചെയ്തത്? വളരെ സങ്കോചത്തോടു കൂടി അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, തുറന്നു പറഞ്ഞോളൂ, ഇതിപ്പോൾ ഒരു വീട് പോലെ തന്നെയാണ്, എന്തും തുറന്നു പറയാം, അതുകൊണ്ട് തുറന്നു തന്നെ പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല സാർ. അവൻ ഏതാണ്ട് ഒരു 1-2 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കും. അവനിപ്പോൾ 22 വയസ്സ് പ്രായമായി. അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ലെന്നർത്ഥം. ഈ ചേർത്ത് പിടിക്കലാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്. ഇത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായി തന്നെ എൻ്റെ വാദഗതികളെ അദ്ദേഹം ഖണ്ഡിച്ചു. അദ്ദേഹം പറഞ്ഞു, കടലോളം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ടുള്ള ഒന്നാണ്. അത് പ്രകടനത്തിൻ്റെ ആ നിലവാരമില്ലായ്മ ഉണ്ടാവും അതിൽ. ചുമ്മാ പൊള്ളയായൊരു പ്രകടനമാണത്. ഞാനങ്ങനെ പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് പറയുന്ന ഈ കാഴ്ചപ്പാടുള്ള അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും കുട്ടികളോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, അത് തെറ്റാണ്. വിനയത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തട്ടെ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്, പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കേണ്ടത്. ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴേ ചുള്ളിക്കാട് പറഞ്ഞതുപോലുള്ള സൗഹൃദം ബന്ധങ്ങളിലുണ്ടാവൂ. അങ്ങനെ സൗഹൃദം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവൂ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാനും എൻ്റെ സുഹൃത്തും ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോയി ഏതാണ്ട് ഒരു 5-8 കിലോമീറ്റർ കടന്നു പോയി കഴിയുമ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറയാണ്, എൻ്റെ മൊബൈൽ ഞാൻ അവിടെ വെച്ച് മറന്നു, നമുക്കൊന്ന് അവിടം വരെ പോയി അതെടുത്താലോ? അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറയും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എടുത്തിരിക്കുന്നത്, ആ സുഹൃത്താണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ സുഹൃത്തിനോട് ഉറപ്പായിട്ട് പറയും, എന്താ ബുദ്ധിമുട്ട്, നമുക്ക് പോയെടുക്കാം. പോയെടുത്ത് വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഡ്രൈവ് ചെയ്യാമല്ലോ, നമുക്ക് പോകാമെന്ന് പറയും. ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിലോ, അതായത് ഞങ്ങളൊരു സ്ഥലത്ത് പോയി കുറേ നേരം അവിടെ ഇരുന്ന് തിരിച്ചു പോന്നു, ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോൾ ഭാര്യ എന്നോട് പറയാണ്, എൻ്റെ മൊബൈൽ അവിടെ വെച്ച് മറന്നുപോയി, നമുക്കൊന്ന് പോയി എടുക്കാം. ഇത് പറഞ്ഞാൽ ഇതേ ഞാൻ എങ്ങനെ പ്രതികരിക്കും? ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ബന്ധങ്ങളിൽ നിന്ന് സൗഹൃദങ്ങളില്ലാതായി പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണത്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ സുഹൃത്ത് എന്നോട് സംസാരിക്കുമ്പോഴും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാമുകന്മാർ ഇടപഴകുമ്പോൾ സ്നേഹപ്രകടനം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ സ്നേഹപ്രകടനം ഇല്ലാതാവുമ്പോഴാണ് ബന്ധങ്ങൾ വിരസമാവുന്നത്. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയണം. സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ, പ്രത്യേകിച്ച്
കുട്ടികളോട് സംസാരിക്കുമ്പോൾ, കുട്ടികളോട് ഇടപഴകുമ്പോൾ നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം. കുഞ്ഞു കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കാറില്ലേ? ഈ ചേർത്ത് പിടിക്കൽ അവർ വളരുന്തോറും നമ്മൾ അത് വിട്ടുപോകരുത്. ആ ചേർത്ത് പിടിക്കൽ എപ്പോഴും ഉണ്ടാവണം. ബോഡി ടു ബോഡി ടച്ച് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് മാനങ്ങളുണ്ട്. അത് നമ്മുടെ ബ്രെയിനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലവ് ഹോർമോൺസൊക്കെ ഉണ്ടാക്കുന്നത് ഈ ടച്ചിലൂടെയാണ്. ഒരു കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മുടെ മകനെയോ നമ്മുടെ മകളെയോ ഒക്കെ ചേർത്ത് പിടിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ബോഡിയോട് ചെയ്യുന്ന ഒരു സൈലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് സ്നേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുക. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് സ്നേഹിച്ചാലേ ബന്ധങ്ങളിൽ സൗഹൃദമുണ്ടാവൂ, നിലനിൽക്കൂ, നമ്മുടെ വീടുകളിൽ ഹാർമണി നിറയൂ. മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.